സിപിഐഎമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനായി പുതുവഴികൾ തേടുന്ന നയരേഖയിൽ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ മാതൃകയിൽ പുനരുദ്ധീകരിക്കാനുള്ള സാധ്യത ആരാഞ്ഞു. താൽപര്യമുള്ള മൂലധന ശക്തികൾക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്നതാണ് നയം. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 54 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 20 എണ്ണം മാത്രമാണ് ഇപ്പോൾ ലാഭത്തിലോടുന്നത്. ബാക്കി 34 എണ്ണവും നഷ്ടത്തിലാണ്. ഇവയിൽ പ്രവർത്തനരഹിതമായതും ധാരാളമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിവിദൂരമല്ലാതെ സ്വകാര്യ മൂലധന ശക്തികളുടെ കയ്യിലേക്ക് എത്തുമെന്ന് ഉറപ്പായി. ഇവിടെയാണ് CPM-ന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. കൊല്ലം സമ്മേളനത്തിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം അവതരിപ്പിച്ച പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന മൻമോഹൻ സിംഗിന്റെ നയം, ഇതിനെതിരെ ശക്തമായ ഐക്യനിര ഇന്ത്യയിൽ ആകമാനം ഉയർന്നു വരണമെന്നുമാണ് പ്രമേയത്തിലെ നിർദ്ദേശം. ഒരു വശത്ത് കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയങ്ങൾ ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ വൻ പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുമ്പോൾ, മറുവശത്ത് കേരളത്തിന്റെ വൻ സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാനാണ് പിണറായി സർക്കാർ ഒരുങ്ങുന്നത്. സ്വകാര്യ സർവകലാശാല, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം തുടങ്ങി അടിമുടി കേരളത്തെ സ്വകാര്യവൽക്കരണത്തിലേക്ക് തീരെഴുതാനുള്ള നയങ്ങളാണ് കൊല്ലം സമ്മേളനത്തിൽ രൂപപ്പെട്ടത്. ഇതിനെതിരെ വൻ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. നേരിന്റെ വാർത്തകൾ അറിയാൻ സാഗ് ന്യൂസ് കാണുക. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.